നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കപ്പെട്ടതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയൊരു പോർമുഖം തുറന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയപ്രതീക്ഷ പുലർത്തുമ്പോഴും മുന്നണിക്കുള്ളിലെ പ്രധാന ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എം കടുത്ത അതൃപ്തിയിലാണ്. കോഴിക്കോട് ജില്ലയിൽ കേരള കോൺഗ്രസ് എം വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന കുറ്റ്യാടി, പേരാമ്പ്ര സീറ്റുകൾ CPM തന്നെ ഏറ്റെടുത്തതാണ് നിലവിലെ വിവാദങ്ങൾക്ക് ആധാരം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ വരവ് മലബാർ മേഖലയിൽ ക്രിസ്തീയ കുടിയേറ്റ മേഖലകളിൽ ഇടതുമുന്നണിക്ക് വലിയ കരുത്തു പകർന്നിരുന്നു. ഈ സ്വാധീനം നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നും അതിനാൽ തങ്ങൾക്ക് അർഹമായ സീറ്റുകൾ ലഭിക്കുമെന്നും ജോസ് കെ മാണി വിഭാഗം ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റ് പോലും അനുവദിക്കാത്ത സാഹചര്യം വലിയ രാഷ്ട്രീയ ആയുധമായി മാറിക്കഴിഞ്ഞു. CPM തങ്ങളോട് വിശ്വാസവഞ്ചന കാട്ടിയെന്നാണ് കേരള കോൺഗ്രസ് എമ്മിലെ മുതിർന്ന നേതാക്കളുടെയും അണികളുടെയും ഏകകണ്ഠമായ അഭിപ്രായം. കഴിഞ്ഞ തവണ കുറ്റ്യാടി സീറ്റ് ജോസ് കെ മാണി വിഭാഗത്തിന് വിട്ടു നൽകാൻ ഇടതു മുന്നണി തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ പ്രാദേശിക CPM പ്രവർത്തകർ പരസ്യമായി തെരുവിലിറങ്ങുന്ന അസാധാരണമായ കാഴ്ചയാണ് കേരളം കണ്ടത്. മുന്നണി മര്യാദ പാലിച്ച് തങ്ങൾക്ക് ലഭിച്ച സീറ്റ് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് ജോസ് കെ മാണി വിഭാഗം വിട്ടു നൽകി. പകരം അവിടെ മത്സരിച്ച CPMന്റെ KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ വിജയിക്കുകയും ചെയ്തു. അന്ന് ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ മാണി ഗ്രൂപ്പിന് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒരു വാക്ക് നൽകിയിരുന്നു: അടുത്ത തവണ കുറ്റ്യാടി സീറ്റ് തിരിച്ചു നൽകുമെന്നത്. എന്നാൽ ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ നിലവിലെ MLA ആയ കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്ററെ തന്നെ വീണ്ടും അവിടെ നിശ്ചയിച്ചതോടെ CPM നേതൃത്വത്തിന്റെ ഉറപ്പുകൾ വെള്ളിവരകളായി മാറിയെന്ന് മാണി വിഭാഗം കുറ്റപ്പെടുത്തുന്നു.